everyone, welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ബേബി സൺസ്ക്രീനെ കുറിച്ചാണ്. മഴയായാലും ചൂടായാലും വെയിലായാലും എന്തായാലും സൺസ്ക്രീൻ മിസ് ചെയ്യാൻ പാടില്ല. അതിപ്പം നമുക്കായാലും കൊള്ളാം, ബേബീസിനായാലും കൊള്ളാം. സോ മാമാഅർത്ത് റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ, ഈ ഒരു സൺസ്ക്രീൻ ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് ആദ്യം പറയുന്നതിനെക്കാട്ടി മുമ്പേ നമ്മൾ സൺസ്ക്രീൻ ബേബീസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അത് മനസ്സിലാക്കണം. സോ 0 to 6 months ഉള്ള ബേബീസിന് സൺസ്ക്രീൻ വേണ്ട, അത് അവോയ്ഡ് ചെയ്യണം. 6 months കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിനെ പുറത്തിറക്കുവാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ പരട്ടണം. നമ്മളൊരു സൺസ്ക്രീൻ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യും? അതിനകത്ത് SPF എത്ര ഉണ്ട്, PA++ എത്ര ഉണ്ട്, പ്ലസ് വേണമല്ലോ സൺസ്ക്രീനിൽ. പിന്നെ അതുപോലെ അതിന്റെ പ്രൈസ്, റിവ്യൂ ഇതെല്ലാം ചെക്ക് ചെയ്ത് അതിനകത്ത് കെമിക്കൽസ് എന്തെങ്കിലും ആഡഡ് ആണോ, സ്പെഷ്യലി നമ്മൾ കിഡ്സിന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മേടിച്ച ഒരു സൺസ്ക്രീൻ ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ തന്നാലും ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പാക്കേജിങ്ങും ഡീറ്റെയിൽസിനെയൊക്കെ കുറിച്ച് സംസാരിക്കാം. മാമാഅർത്ത് റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ, പേര് പോലെ തന്നെയാട്ടോ. ഇത് അൾട്രാ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്കിന്നിലോട്ട് കംപ്ലീറ്റ്ലി അബ്സോർബ് ആയിപ്പോ. ഇതിങ്ങനെ പമ്പ് ചെയ്യാനാണ് നമുക്ക് വരുന്നത് സ്കിന്നിലോട്ട്. ഇത് നമ്മളുടെ കംപ്ലീറ്റ്ലി അബ്സോർബ് ആയി. ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മൾ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി. ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം. മാമാഅർത്ത് ബേബി റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ വിത്ത് കാലൻഡുല ആൻഡ് സിങ്ക് ഓക്സൈഡ്. ഇതിനകത്ത് മെയിൻലി കാലൻഡുല ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ്. ഇതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാം. അതുപോലെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ്, ഡെർമറ്റോളജി ടെസ്റ്റഡ്, മെയ്ഡ് സേഫ്, 0 to 10 years. ഇതൊക്കെയാണ് ഇതിന്റെ ഫ്രണ്ട് പാക്കേജിങ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിനകത്ത് SPF 50 ഉണ്ട്, PA++++, 4+ ഉണ്ട്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിരുന്നു PA വേണം, PA+++ വേണം. അപ്പം 4+ ഉണ്ട്, SPF 50 ഉണ്ട്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ എന്തായാലും ഡൺ. അത് വെള്ളം പരണ്ടാലും ഇത് പോകത്തില്ല. ആ കാര്യത്തിൽ നമുക്കൊരു സമാധാനമുണ്ട്. അപ്പൊ ഇതിനകത്ത് കാലൻഡുല ആൻഡ് സിങ്ക് ഓക്സൈഡ് ഉണ്ട്. കാലൻഡുല എക്സ്ട്രാക്ട് ഇതിനകത്ത് നമ്മൾ കുഞ്ഞിന്റെ സ്കിന്നിനെ സോഫ്റ്റ് ചെയ്യാനോ സ്മൂത്ത് ചെയ്യാനോ മോയ്സ്ചറൈസ് ചെയ്യാനോ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ സിങ്ക് ഓക്സൈഡ് നമ്മളുടെ UVB റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സിലിക്കോൺസ്, ടോക്സിൻസ്, പാരബെൻസ് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സൺസ്ക്രീനിനകത്ത് ഉണ്ടോ എന്ന്. അപ്പൊ ഇതിനകത്ത് ക്ലിയർലി മെൻഷൻഡ് ആണ്, ഇതൊന്നും ഇതിനകത്തില്ല. അപ്പൊ ആ കാര്യത്തിലും ഓക്കെ, അതുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലും ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഏതായാലും കൊള്ളാം, സൺസ്ക്രീൻ ആയാലും കൊള്ളാം, ക്രീം ആയാലും കൊള്ളാം, മോയ്സ്ചറൈസ് ആയാലും ഒരു പാച്ച് ടെസ്റ്റ് ഇവിടെയോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ടതാണ്. കാരണം അത് എങ്ങനെയാണ് കുഞ്ഞിന്റെ സ്കിന്നിന് റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല. എല്ലാം കുഞ്ഞിന്റെ സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആണ്. അപ്പം ഈ ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഒത്തിരി ഇട്ട് ഒരിക്കേണ്ട വരത്തില്ല, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. 1-2 റബ്ബിൾ തന്നെ അത് സ്കിന്നിലോട്ട് അങ്ങ് ഒബ്സോർവ് ആയിപ്പോ. കണ്ടില്ല എത്ര പെട്ടെന്നാണ് നമ്മൾ സ്കിന്നിലോട്ട് ഒബ്സോർവ് ആയത്. അപ്പൊ ഇങ്ങനെ ഒരു സൺസ്ക്രീൻ അല്ലേ വേണ്ട നമുക്ക്. കാരണം വൈറ്റ് കാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒത്തിരി ഇട്ട് ഉരയ്ക്കേണ്ടി വരും. അത് കുഞ്ഞിന്റെ സ്കിൻ ഇറിറ്റേഷനും ഡാമേജും ഒക്കെ വരുത്തും. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നമ്മൾ കുഞ്ഞിനെ സൂട്ട് ചെയ്യണം, മിനറൽ ബേസ്ഡ് ആയിരിക്കണം, ഒത്തിരി ഇട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ ഇത് ചെയ്യുന്നത് കുഞ്ഞിന്റെ സ്കിന്നിന് എക്സ്ട്രീംലി അത്രയും ജെന്റിൽ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇത്രയും SPF-ഉം PA++ന്റെ കൂടെ വരുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഡെയിലി യൂസിന് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ തന്നെയാണ്. അല്ല ഇത്രയൊക്കെ നമ്മൾ ഈ സൺസ്ക്രീനെ കുറിച്ച് ഇത്രയും പോസിറ്റീവായിട്ട് പറഞ്ഞില്ല, നമുക്ക് ഇതിന്റെ ഒന്ന് PH കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആയിട്ടില്ല. ഇത് ഡെഫിനറ്റ്ലി നമ്മളെ കുഞ്ഞിൻ്റെ സ്കിന്നിന് വേണ്ട സേഫാണ്. സോ എന്തായാലും പാസ്സായി. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഇത് ഡെഫിനറ്റ്ലി ഇത് ഒരു ഹാമും ചെയ്യത്തില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് പറഞ്ഞ് 399 ആണ്. ബട്ട് പല പ്ലാറ്റ്ഫോമിൽ പല റേറ്റ് ആണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. പല പ്ലാറ്റ്ഫോമിൽ പല റേറ്റ് ആണെന്നേ ഉള്ളൂ. ഓഫർ അനുസരിച്ച് നമുക്കിത് പർച്ചേസ് ചെയ്യാം. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം ഇത് നമുക്ക് ഇത്രയും ഒരു പാക്കേജിംഗ് അല്ല, നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ ഈസിലി ക്യാരി ചെയ്യാം. ഒട്ടും വെയിറ്റും ഇല്ല. അതിന്റെ ഓവറോൾ പെർഫോമൻസ് ചെക്ക് ചെയ്ത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. SPF 50 ഉണ്ട്, PA++ ഉണ്ട്, ഈസിലി സ്കിന്നിൽ ഒബ്സർവ് ആകുന്നുണ്ട്, ക്രൂവാലിറ്റി ഫ്രീ ആണ്. എന്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് തന്നെയാണ്. കാരണം കുഞ്ഞിനെ ഞാൻ മാമാഅർത്ത് ആണ് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് കുഞ്ഞിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ ആയിട്ട് എന്റെ ബേബിയുടെ സ്കിന്നിന് അങ്ങനെ ഒന്നും പ്രോബ്ലം വന്നിട്ടില്ല. സൺസ്ക്രീൻ മേടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാം. പാച്ച് ടെസ്റ്റ് മാത്രം മറക്കല്ലേ. അപ്പം പല ബേബീസിന് പല ടൈപ്പിലായിരിക്കും സ്കിൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു സേഫ് സൈഡ് വേണ്ട, നമ്മൾ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു.
വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.